ഫ്ലവേഴ്സ് കുടുംബത്തിൽ നിന്നും ഒരു സംഗീത സംരംഭം, ഫ്ലവേഴ്സ് സിംഫണി. ദീപം തെളിയിച്ച് സംഗീത സാന്ദ്രമായി ഫ്ലവേഴ്സിന്റെ ഈ സർഗ സംരംഭത്തിന് തുടക്കം കുറിക്കാൻ ആദരണീയനായ ചെയർമാൻ ശ്രീ ഗോകുലം ഗോപാലൻ സാറിനെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. വെൽക്കം സർ, പ്ലീസ്. ശ്രീ ഗോകുലം ഗോപാലേട്ടൻ, പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയും പോലെ ഈ ഫ്ലവേഴ്സ് സിംഫണി എന്ന് പറഞ്ഞാൽ നമ്മളൊരു കലാസംഘം രൂപീകരിക്കുകയാണ്. ലോകത്തിലെ മലയാളികൾക്ക് എൻ്റർടൈൻമെൻറ്റ് നൽകാനായിട്ട് അവർക്ക് പരിപാടികൾ അവതരിപ്പിക്കാൻ ഫ്ലവേഴ്സിൻ്റെ കലാകാരന്മാരും സർഗപ്രതിഭകളും ഇനി ബഹുദൂരം യാത്ര ചെയ്യാൻ പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനുവേണ്ടിയുള്ള സംഘത്തിൻ്റെ പേരാണ് ഫ്ലവേഴ്സ് സിംഫണി. അതിൻ്റെ ഉദ്ഘാടനമാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ കലാകാരന്മാരും, അതെ, ഫ്ലവേഴ്സിലെ എല്ലാ ആർട്ടിസ്റ്റുകളും ഒന്ന് സ്റ്റേജിലേക്ക് വരണം. നിങ്ങളാണ് ഒരുപക്ഷെ ഈ പരിപാടികളൊക്കെ നടത്താൻ പോകുന്നത്. പ്ലീസ്, ടിനി ടോം, മിഥുൻ രമേശ്, എം ജി ശ്രീകുമാർ, ശരത്, പ്ലീസ് എല്ലാവരും. സുഗമ ദേവി ചേച്ചി വരൂ, ചക്കപ്പുഴ ആർട്ടിസ്റ്റ്. രാഹുൽ ലക്ഷ്മൺ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അതെ, ഒരു കാലത്ത് രാഹുൽ പ്രസിദ്ധനായ എല്ലാ ആർട്ടിസ്റ്റുകളും സ്റ്റേജിലേക്ക് വരികയാണ്. ഓക്കെ, സന്ദേശം എന്ന സിനിമയിലെ ബാലതാരമായിരുന്നു രാഹുൽ ലക്ഷ്മൺ. ഓക്കെ, എല്ലാവരും. ബൈജു കൊട്ടാരക്കരയുടെ വേദിയിലോട്ട് വരൂ. ബൈജു ഉക്രൈനിലൊക്കെ ആയിരുന്നു, ഉക്രൈൻ യുദ്ധം കവർ ചെയ്യാൻ പോയിരിക്കുകയായിരുന്നു. ഇതൊരു മനോഹരമായ ഒരു നിമിഷമാണ്. എം ജി, ഈ സംരംഭത്തെക്കുറിച്ച് എം ജിയുടെ 2 വാക്ക്, അത് കഴിഞ്ഞാൽ ഗോപാലേട്ടൻ വേളക്കൊളുത്തി ഉദ്ഘാടനം. കുഴപ്പമില്ല ഗോപാലേട്ട, നമ്മുടെ പുതിയ സംരംഭം ആരംഭിക്കുന്നു നമ്മുടെ കലാകാരന്മാർക്ക് വേണ്ടി. അവർക്ക് പല വേദികളിലും പോയി പ്രോഗ്രാം അവതരിപ്പിച്ച് അത്യാവശ്യം ജീവിക്കാനുള്ള പൈസ ഉണ്ടാക്കാം. അതാണല്ലോ നമ്മൾ ലക്ഷ്യം. കാരണം ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു കലാകാരനല്ല, പക്ഷേ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരാണ്. ഈ സിനിമയിലായിക്കോട്ടെ, ഡാൻസിലായിക്കോട്ടെ, ഏതിലും കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരാളെന്ന രീതിയിൽ ഇപ്പോൾ ഫ്ലവേഴ്സിൽ എത്രയോ കലാകാരന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ വളരെ നല്ല രീതിയിൽ സന്തോഷത്തോടെ തൃപ്തികരമായി അതിൻ്റെ ഒരു എന്താണ് പറയുക, അതൊരു സിംഫണി, അതായത് അതിന് പ്രതിഫലമായി അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർ ഹാപ്പിയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം. എത്രയോ കലാകാരന്മാർ, ബുദ്ധിമുട്ടുന്ന കലാകാരന്മാരുണ്ട്, അവർ കഴിവുള്ള കലാകാരന്മാരുണ്ട്. അവർക്കൊക്കെ ഫ്ലവേഴ്സിൽ അതിനുള്ള തക്കതായി ചെറിയ കുഞ്ഞുങ്ങൾ മുതൽക്ക് പ്രായ ആളുകളും വരെയുള്ള ആളുകൾ, കലാകാരന്മാർക്ക് സന്ദർഭം കൊടുക്കുന്ന ഒരു വേദിയാണ് നമ്മുടെ ഫ്ലവേഴ്സ്. ഗോപാലേട്ടൻ പറഞ്ഞ പോലെ ഈ വേദിയിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കറിയാം ഫ്ലവേഴ്സിന് ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസ് ഉണ്ട്. ആ പ്രോഗ്രാമിലെ ലീഡിംഗ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളും അല്ലാത്തവരും ഒക്കെ പോയി സംസ്ഥാനത്തിന് പുറത്തും അകത്തും വിദേശ നാടുകളിലുമൊക്കെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നു. അവർക്ക് യഥാർത്ഥത്തിൽ കിട്ടുന്ന പ്രതിഫലം നമുക്കുള്ള പണം ഉണ്ടാക്കുകയല്ല, അവർക്ക് ആർട്ടിസ്റ്റുകൾക്ക് എന്നും ജീവിക്കാനുള്ള പ്രതിഫലമാക്കി അത് മാറ്റുക. അപ്പോൾ ഇത് ആർട്ടിസ്റ്റുകളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഫ്ലവേഴ്സ് സിംഫണി ആരംഭിക്കുന്നത്. മനോഹരമായ ആ സംഗീതത്തിൻ്റെ ലോകം ഇന്ന് ഈ നിമിഷം തുറക്കുകയാണ്. ഗോപാലേട്ടനെ ഞാൻ ആദരവോടെ ഇത് വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യാൻ വിളിക്കുന്നു. എം ജി ശ്രീകുമാറും ശരത്തും മിഥുൻ രമേശും മീനുട്ടിയും മുന്നോട്ട് വരിക. നമ്മുടെ ആർട്ടിസ്റ്റുകളെല്ലാം മുന്നോട്ട് വന്നാൽ നമ്മുടെ അശ്വതി വരിക. അശ്വതി നിങ്ങൾക്കറിയുന്ന പോലെ നമ്മുടെ ചക്കപ്പഴത്തിലെ നായികയാണ്. നായിക എന്ന് മാത്രമല്ല, സംസ്ഥാന ടെലിവിഷൻ അവാർഡിൽ ഏറ്റവും നല്ല അഭിനേത്രിക്കുള്ള പുരസ്കാരം കഴിഞ്ഞ വർഷം അശ്വതിക്കായിരുന്നു. അതുപോലെ ചലച്ചിത്ര നടനും നമ്മുടെ കോമഡി ഉത്സവം പോലെയുള്ള പരിപാടികൾ സ്ഥിരം വിധികർത്താവുമായ ടിനി ടോം ഉണ്ട്. അപ്പോൾ ടിനി ടോം, നമുക്ക് തുടങ്ങാം. ഗോപാലേട്ട, വിളക്ക് കൊളുത്താം. ശ്രീകുമാർ, ശരത്, ടിനി ടോം, അശ്വതി,
ബൈജു കൊട്ടാരക്കര. മ്യൂസിക്കൽ വൈഫിന് ആത്മാവ് പകരുന്ന നമ്മുടെ പ്രിയങ്കരനായ അവതാരകൻ ഡൈൻ ഡേവിഡ്. ബാക്കി എല്ലാവരും കത്തിച്ചതായിട്ട് നമ്മളങ്ങ് വയ്ക്കുന്നു. ഇവരെല്ലാവരും ചേർന്ന് കത്തിക്കുന്ന ഒരു നല്ല തുടക്കമാണ്. ഈ ഒരു നല്ല തുടക്കത്തിന് വേണ്ടി മനോഹരമായ ഒരു കീർത്തനത്തിൻ്റെ ഒരു അല്പം ആലപിക്കാൻ ഞാൻ MG ശ്രീകുമാറിനോട് അഭ്യർത്ഥിക്കുന്നു. അയ്യ അല്ലെങ്കിൽ വേണ്ട പോലെ പാട്ടിൻ്റെ 2 ലൈൻ. Sari gama bani baba mama riri sari sa. Sari gama bani baba mama riri sari sa. Magama bani baba magama riri sari sari gama. Magama basani mama riri sa. Rizani basani mama riri sari gama. Basani sari sani mama riri sa. Rizasani ni baba mama riri sari sari sa. Magama bani basani riri samari. Sani bari sani mama gama riri swami nada. परिपालया शुमा आना आना എനിക്ക് തോന്നുന്നത് ഈ പരിപാടിക്ക് മുഖ്യ അവതാരകനായി പോകാൻ സാധ്യതയുള്ള മിഥുൻ രമേശാണ്. മിഥുനും 2 വാക്ക് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഉദ്ഘാടനം അവസാനിപ്പിക്കുന്നു. വലിയ കാര്യം. ശരിക്കും ഒരുപാട് കലാകാരന്മാർക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ലോകമെമ്പാടും ചെന്ന്, പ്രത്യേകിച്ചും ഫ്ലവേഴ്സിൽ നിന്നും പിറവിയെടുത്ത ഒരുപാട് കലാകാരന്മാർക്ക് ഒരുപാട് വേദികൾ ലോകമെമ്പാടും ഒരുങ്ങുന്നു എന്ന് കേൾക്കുമ്പോൾ അതെന്തായാലും വലിയൊരു കാര്യമാണ്. അതങ്ങനെ നടക്കട്ടെ. അത് പറഞ്ഞിരിക്കുമ്പോൾ തന്നെ സാറ് പറഞ്ഞതുപോലെ തന്നെ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നായിട്ട് വന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്, പല ഭാഗത്തു നിന്നത് കാണുന്നുണ്ട്. അവരൊക്കെ നമ്മളെ ക്ഷണിക്കുകയും കൂടി വേണം, എങ്കിലേ ഇത് നടക്കുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ എങ്കിലേ കച്ചവടം നടക്കുള്ളൂ സാർ. അതുകൊണ്ടാണ് ഞാൻ ഇതിനിടയ്ക്ക് ഒരൊറ്റ കാര്യം സാറിൻ്റെ ഒരുപാട് പേര് അവിടെ നിന്ന് പറഞ്ഞത്, സാറിൻ്റെ യൂട്യൂബിൽ രാവിലെ സാറിനെ കണ്ടിട്ട് സാറിന് കമൻ്റ് ഇടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവർക്കും വലിയൊരു സ്വാഗതം ആദ്യമേ പറയുന്നു കേട്ടോ. വലിയൊരു കൈയടി അവർക്ക് കേട്ടോ. ബാക്കി ഞാൻ സാറിനെ കൊടുക്കാം. അങ്ങനെ കമന്റ് ഇടുന്നവരെല്ലാം ഒന്ന് എഴുന്നേറ്റേ. ഓക്കെ. ഇതില് ചില ആൾക്കാരുണ്ട് പോലെട്ടോ, എന്നെ ചൊറിഞ്ഞുകൊണ്ടേ ഇരിക്കുക. രാവിലെ ഞാൻ നല്ല മനസ്സോടെ വന്ന് നിൽക്കുമ്പോൾ ഇങ്ങനെ ഇട്ട് ചൊറിയുക. പക്ഷെ മാന്തി കുളമാക്കി നിങ്ങൾ. ഓക്കെ, അപ്പൊ നിങ്ങൾ ചൊറിയുന്നതാണ് എൻ്റെ കരുത്ത്. മാത്രമല്ല ഈ മോർണിംഗ് ഷോ തണുപ്പൻ മട്ടിൽ പോകുന്ന സമയത്ത് നിങ്ങളൊന്ന് ചൊറിഞ്ഞു കൊടുത്ത് അതിനെ ശക്തിപ്പെടുത്തുന്നു, വീണ്ടും അത് കടുക്കുന്നു. താങ്ക് യു. ഓക്കെ, അപ്പോൾ കോലേട്ട താങ്ക് യു. എല്ലാവർക്കും താങ്ക് യു.